സുപ്രഭാതം. എല്ലാവർക്കും ട്രഡീഷണലി കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം ഞാൻ ചെയ്ത പൂജയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം വിളക്ക് തെളിയിക്കുന്നത് വാതുക്കലാണ്. അതിനുശേഷമാണ് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്നത്. വാതുക്കൽ 2 തിരിയിട്ട് നിലവിളക്കാണ് ഞാൻ തെളിയിക്കുന്നത്. വിളക്ക് തെളിയിച്ച് ദീപപൂജ ചെയ്ത് പൂവ് സമർപ്പിച്ചതിന് ശേഷം പൂജാമുറിയിൽ പോയി വിളക്കെല്ലാം ഒരുക്കിയിട്ടാണ് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്നത്. പക്ഷേ ഇന്ന് മുതൽ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് അതും കൂടി തെളിയിക്കാൻ തുടങ്ങുകയാണ്. ഇന്നാണ് ആദ്യമായിട്ട് തെളിയിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു. അതിനുശേഷമാണ് വാതുക്കൽ വിളക്ക് തെളിയിച്ചത്. വാതുക്കൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം പൂജാമുറിയിൽ വന്ന് വിളക്കെല്ലാം ഒരുക്കി അതിനുശേഷം പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചു. ഇന്ന് വ്യാഴാഴ്ച ദിവസം ആയതുകൊണ്ട് വിഷ്ണു ഭഗവാന് വേണ്ടിയിട്ട് നെയ് ദീപമാണ് തെളിയിച്ചിരിക്കുന്നത്. പൂജാമുറിയിൽ സാധാരണയായിട്ട് ഞാൻ 4 വിളക്കുകളാണ് തെളിയിക്കാറുള്ളത്. വാതിൽ പടിയിലൊന്നും, പൂജാമുറിയിൽ 4, മൊത്തത്തിൽ 5 വിളക്കുകളാണ് തെളിയിക്കാറുള്ളത്. വിളക്ക് തെളിയിച്ചതിന് ശേഷം ദീപപൂജ ചെയ്ത് എല്ലാവർക്കും ധൂപാരാധനയും പൂവും സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. നിവേദ്യം നൽകി വെറ്റിലയും പാക്കും പഴവും കൂടി പൂവും കൂടി താമ്പൂലം സമർപ്പിച്ചു. പഴമില്ലായിരുന്നു, വെറ്റിലയും പാക്കും പൂവാണ് താമ്പൂലത്തിന് വേണ്ടി വെച്ചത്. വെറ്റില കിട്ടാറുള്ള അവസരങ്ങളിലെല്ലാം ഞാൻ താമ്പൂലം സമർപ്പിക്കാറുണ്ട്. അതിനുശേഷം നാമം ചൊല്ലി ക്ഷമാപരാധവും സമർപ്പണ മന്ത്രവും ചൊല്ലി 5:30 മുമ്പേ തന്നെ പൂജകളെല്ലാം ഭംഗിയായി കഴിച്ചു.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.